നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായിട്ടാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വേഗത്തിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ എന്തൊക്കെ അടിയന്തര സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് അതൊക്കെ ലഭ്യമാക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. സൈഫ് സൈനുലാബ്ദീൻ കൂടി ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സൈഫ്, അവിടത്തേക്ക് 2 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി എത്തിച്ചേർന്നിരിക്കുന്ന ബസ്സിനടിയിൽ ഇനിയും ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സൈഫ്? നമുക്കിപ്പോ ലഭിക്കുന്ന വിവരമനുസരിച്ച് 49 പേർ ആ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് നമുക്ക് വളരെ ദുഃഖത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആ വിവരം പുറത്തു വരുന്നത്. 60 വയസ്സുള്ള ദാസിനി എന്ന പേരുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി 48 പേരാണ് ഉള്ളത്. അവരെ മറ്റു കുഴപ്പങ്ങളില്ലാതെ തന്നെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ആ ബസ് യാത്ര തുടങ്ങിയ ഉടനെ തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും വരും സമയങ്ങളിൽ മാത്രമേ നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. കാറ്റാക്കട കീഴൂരിൽ നിന്ന് കൊടൈക്കനാൽ പോകുന്ന വഴിയാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് കാട്ടാക്കട നെടുമങ്ങാട് പ്രദേശം എന്ന് പറഞ്ഞാൽ അധികം ദൂരമില്ലാത്ത സ്ഥലങ്ങളാണ്. യാത്ര തുടങ്ങിയ ഉടനെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒരു മരണം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടത് 60 വയസ്സുള്ള ദാസിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവരൊരു ഒരേ കുടുംബത്തിൽപ്പെടുന്ന ആൾക്കാരാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. ഹിബ്രോൺ എന്ന് പേരുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 10 പേരെ മെഡിക്കൽ 10 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടിയുണ്ട്. ബാക്കിയുള്ളവർ അങ്ങനെയെങ്കിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലായിരുന്നിരിക്കണം. കൂടുതൽ പരിക്കുകളുള്ള, ഒരുപക്ഷെ സാരമായി പരിക്കുകളുള്ള ആളുകളെ ആയിരിക്കണം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള 10 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് ബസ് പൊക്കാനുള്ള ശ്രമങ്ങളാണ്. അവിടെ JCB എത്തിച്ചേർന്നിട്ടുണ്ട്. ബസ് പൊക്കി അതിനകത്ത് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും എത്ര കണ്ട് വ്യാപ്തിയുള്ളൊരു അപകടമാണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു കൃത്യത, ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ കാട്ടാക്കടയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഫാമിലി, ആ ഫാമിലി ആരുടെ ഫാമിലിയാണ്? അതിൽ എത്ര ഫാമിലികൾ? 49 പേരെ ബസ്സിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി കുടുംബങ്ങളും ചേർന്നിട്ടാകും, ഒരു കുടുംബത്തിൽ തന്നെ പല ആളുകൾ ചേർന്നിട്ടാകും ആ ടൂർ പോയിട്ടുണ്ടാവുക. അത് ആരൊക്കെയാണ് ഈ 49 പേരും ആരൊക്കെയാണ്? ഇപ്പോൾ മരിച്ച ദാസിനി എന്ന സ്ത്രീയുടെ പേര് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരു 40 വയസ്സുള്ള പ്രിയ എന്ന സ്ത്രീയുടെ പേര് വിവരം കൂടിയുണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ പേര് വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. 10 പേര് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തിനാണ് അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്? അത്ര കണ്ട് പരിക്കുണ്ടോ എന്നുള്ള വിവരങ്ങൾ അറിയണം. ഏത് തരത്തിലുള്ള പരിക്കുകളാണ് സംഭവിച്ചതെന്ന് അറിയണം. ഇവരാരൊക്കെയാണെന്ന് അറിയണം. ഇതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയം മുമ്പ് മാത്രമാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ഒരു വളവിൽ ഈ ബസ് തിരയുന്നതിനിടെ എന്ന് വെച്ചാൽ അവരാ യാത്ര തുടങ്ങിയതേയുള്ളൂ. കൊടൈക്കനാലിലേക്കുള്ള ടൂറാണ്. ആ ടൂർ തുടങ്ങിയതേയുള്ളൂ. മിനിമം ഒരു 2 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടാവണം. അതിനു മുമ്പേ ഈ ബസ് വലിയൊരു അപകടത്തിൽ പെടുന്ന, അത്യന്തം ദുഃഖകരമായി നൊമ്പരപ്പെടുത്തുന്ന, നടുക്കമുളവാക്കുന്ന ഒരു വാർത്തയാണ് ഈ രാത്രിയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരെയും വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രി അടുത്തു തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വേഗത്തിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസുകൾ സംഭവസ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുന്നു. വേഗത്തിൽ തന്നെ ആംബുലൻസിലേക്ക് ഈ പരിക്ക് പറ്റിയ ആളുകളെ മാറ്റാൻ കഴിയുന്നു. വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ തന്നെ സാരമായി പരിക്കേറ്റവരെ ആയിരിക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. അവർക്ക് അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള എല്ലാവിധ സഹായങ്ങളും സംവിധാനങ്ങളും ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ അതിനു മുമ്പേ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ചികിത്സ അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം സ്ക്രീനിൽ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. നെടുമങ്ങാട് സംഭവ സ്ഥലത്തു നിന്നുള്ള ബസ് പൊക്കാനുള്ള ശ്രമമാണ്. ബസ് പൊക്കുന്നത് അതിനകത്ത് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. JCB ഉണ്ട്. സൈഫും സ്വാന്തനയും വിവരങ്ങൾ നൽകാനുണ്ട്. സൈഫ്, എന്താണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? ഇനിയിപ്പോൾ ഫയർഫോഴ്സ് ഒരു ഘട്ടത്തിൽ അതിനകത്ത് കയറി ഇതിനകത്ത് ആരും ഇല്ല എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ബസ് പൊക്കി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ അവിടെ തുടരുകയാണ്. എന്താണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? സൈഫുദ്ദീൻ, അവിടെ കൂടുതൽ അപകടം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് അവിടെ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്കും സ്ഥിരീകരിച്ച് ഇത്ര പേർക്ക് അപകടമുണ്ടായി എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല കാര്യങ്ങളുള്ളത്.
ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. 49 പേർ ബസ്സിലുണ്ടായിരുന്നു. ബാക്കി 48 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് പൊതുവെ നടന്നു വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. ബസ് ഉയർത്തിക്കഴിഞ്ഞാൽ മാത്രമേ അപകടത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ ബസ് ഒരു കുടുംബത്തിൽ നിന്ന് പോയതാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു സ്ഥിരീകരണമൊന്നും നമുക്ക് ലഭ്യമാകുന്നില്ല. ഈ ബസ് മൂന്നാറിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൊടൈക്കനാലിലേക്കായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ബസ്സിലുള്ള ചില ആൾക്കാരുമായി, ബസ്സിൽ നിന്ന് പുറത്തേക്കെത്തിയ ചില ആൾക്കാരുമായി, അവരുടെ മാനസികാവസ്ഥയും അത്രയും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ബസ് മൂന്നാറിലേക്കുള്ള യാത്രയിലായിരുന്നു. ആ യാത്ര തുടങ്ങിയ ഉടനെ തന്നെയാണ് അതിനകത്തൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. എന്താണ് അപകട കാരണം എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത ബസ് ഡ്രൈവറോ കിളിയോ അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന മറ്റാൾക്കാരോ കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇവരെല്ലാം ഒരു മെന്റൽ ഷോക്കിലാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയാതിരിക്കുന്നത്. അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം പോലീസും ഫയർഫോഴ്സും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവൻ കൂടി ഇനി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് നേരത്തെ എത്തി അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കുകയും അത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇടപെടൽ നടത്തുകയെല്ലാം ചെയ്തിരുന്നു. പിന്നീടുള്ളത് 10 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നെയ്യാറ്റിൻകര ആ പ്രദേശത്തുള്ള ആശുപത്രിയിലേക്ക്, ആ പ്രദേശത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അടക്കം മാറ്റുന്നുണ്ട്. പക്ഷേ ഗുരുതരമായ പരിക്ക് ചില ആൾക്കാർക്കുണ്ട്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനമെടുക്കുകയും 10 പേരെ നിലവിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ എണ്ണം കൃത്യമായിരിക്കില്ല. നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഒരു 10 പേരെ മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ ആൾക്കാരുടെ എണ്ണം കൂടി വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ യാത്ര തുടങ്ങി വളരെ കുറച്ച് സമയം കൊണ്ട് മൂന്നാറിലേക്കുള്ള ഒരു യാത്രയായിരുന്നു, ഒരു കുടുംബത്തിന്റെ യാത്രയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ആ യാത്രയുടെ ഭാഗമായ 49 പേരാണ് ഉണ്ടായിരുന്നത്. അത്രയും പേർ ആ യാത്രയിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത്. 10 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചില ആൾക്കാരുടെ പരിക്ക് ഗുരുതരമാണ്. പക്ഷെ അവരുടെ ആരോഗ്യം അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ അവിടെ നിൽക്കുന്ന ആൾക്കാർ പങ്കുവെക്കുന്നുണ്ട്. എന്നാലും കാണുമ്പോൾ നമുക്ക് അത്രയും സുഖകരമല്ലാത്ത ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആ ബസ് നിവർത്തിക്കൊണ്ട് ആരെങ്കിലും, ഇനി വേറെ ആരെങ്കിലും, ഇപ്പോ പുറത്ത് കേൾക്കുന്ന കണക്കും മറ്റും ഒക്കെ അത് എത്രത്തോളം കാണുന്ന കാഴ്ചയിൽ ബസ്സിന് കാര്യമായ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ കാര്യമായ ഒരു തകർന്ന രീതിയിലാണോ ബസ് ഉള്ളത്? അതെ, ബസ് മറിഞ്ഞ രീതിയിൽ തന്നെയാണ് സൈഫുദ്ദീൻ ഉള്ളത്. ഇനി ഈ ബസ്സിനുള്ളിലേക്ക് ഏതെങ്കിലും ആൾക്കാർ ആരെങ്കിലും ഇതിനിടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബസ് നിവർത്തി കഴിഞ്ഞിട്ട് മാത്രമേ എത്രത്തോളം ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു, അതിനകത്ത് എത്രത്തോളം ഗുരുതരമായ പരിക്കുകളുള്ള ആൾക്കാർ ആരെങ്കിലും അതിനകത്ത് പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഒരു വ്യക്തത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഫയർഫോഴ്സ് സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം, പരമാവധി തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടന്ന് വരികയാണ്. മെഡിക്കൽ കോളേജിൽ ഉള്ള ആരുടെയും നില ഗുരുതരമല്ല. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. മെഡിക്കൽ കോളേജിലുള്ള ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. 10 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 10 അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ എണ്ണത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്നേക്കാം. എന്നിരുന്നാലും ആരുടെയും നില, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു വിവരം കൂടി നമുക്ക് പങ്കുവെക്കാൻ ഉണ്ട്.